നമ്മൾ മൊബൈൽ എത്ര കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മൊബൈലിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളായി പോകുന്ന അവസ്ഥ പല ആളുകൾക്കും അനുഭവപ്പെടാറുണ്ട്. നമ്മൾ മൊബൈലിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, ആപ്ലിക്കേഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് വീണ്ടെടുക്കാനേ സാധിക്കുകയില്ല. യഥാർത്ഥ വില്ലൻ അതൊന്നുമല്ല, വാട്സപ്പ് തന്നെയാണ്. വാട്സപ്പിലൂടെ എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി പോകുന്നത്? നമ്മൾ പല ആളുകളുമായിട്ടും ഫോട്ടോസ്, വീഡിയോസ്, ചാറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാകും. അവിടെയൊക്കെ പോയിട്ട് ക്ലിയർ ചാറ്റ് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ സ്റ്റോറേജ് വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം നമ്മൾ ഈ ചെയ്തതിൻ്റെ ഒരു കോപ്പി നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് സ്റ്റോറായി കിടക്കുന്നുണ്ട്. ഇത് കണ്ടുപിടിച്ച് അവിടെ നിന്നും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ സാധിക്കും. ഇങ്ങനെ കോപ്പിയായി കിടക്കുന്ന ആ ഒരു സംഭവം 2 വർഷത്തോളം അവിടെ സ്റ്റോറായി കിടക്കും. പിന്നെ എങ്ങനെയാണ് മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകാതിരിക്കുക? അപ്പോൾ എവിടെയാണ് ഇത് സ്റ്റോറായി കിടക്കുന്നത്, എങ്ങനെ ഇത് ക്ലിയർ ചെയ്യാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനു വേണ്ടി മൊബൈലിലുള്ള ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റേണൽ സ്റ്റോറേജ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആൻഡ്രോയിഡ് എന്ന ഫോൾഡർ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ മീഡിയ എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ com.whatsapp എന്ന ഒരു ഫോൾഡർ താഴെ കാണാൻ സാധിക്കും. ഇത് വാട്സാപ്പിൻ്റെ തന്നെ ഫോൾഡറാണ്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വീണ്ടും വാട്സാപ്പിൻ്റെ ഫോൾഡർ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ മീഡിയ എന്ന മറ്റൊരു ഫോൾഡർ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാട്സാപ്പിൻ്റെ തന്നെ ഒരുപാട് ഫോൾഡേഴ്സ് ഉണ്ട്. അതിൽ വാട്സാപ്പ് ഇമേജസ്, അതുപോലെ തന്നെ വാട്സാപ്പ് വീഡിയോ, അങ്ങനെ 2 ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ തന്നെ ഒരു സെൻഡ് എന്ന ഹിഡൻ ഫോൾഡർ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ, ഒരുപാട് ഫയലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾ വാട്സാപ്പിൽ എത്രയോ മുമ്പേ സെൻഡ് ചെയ്തതാണ്. അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ കോപ്പിയായി കിടക്കുന്നുണ്ടാകും. ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാതെ ഇത് പോവുകയില്ല. ഓക്കെ, ഇത് ഏകദേശം 2 വർഷത്തോളം സ്റ്റോറായി കിടക്കുകയും ചെയ്യും. അപ്പോൾ അത്രയും ഫയലുകൾ ഇവിടെ സ്റ്റോറായി കിടക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളാകും. ഇതിങ്ങനെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോന്നും എത്ര സൈസ് ഫയലുകളാണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈലും ഇതുപോലെ ഇമേജിൻ്റെ ഈ ഒരു ഭാഗത്ത് മൊത്തം മാർക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. വീണ്ടും വാട്സാപ്പ് വീഡിയോ എന്ന ഈ ഒരു ഫോൾഡർ തിരഞ്ഞെടുക്കുക. ഇവിടെയും ഹിഡൻ ഫോൾഡറായിട്ട് സെൻഡ് എന്ന ഈ ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് വീഡിയോസ്. ഇതൊക്കെ നിങ്ങൾ സെൻഡ് ചെയ്തത് കോപ്പിയായി കിടക്കുന്നതാണ്. ഓക്കെ, അവിടെ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെലക്ട് ഓൾ കൊടുത്തിട്ട് ഇവിടെ മൊത്തം മാർക്ക് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് ചെയ്യുക. ഓരോ വീഡിയോസും എത്രത്തോളം ഫയലുകളുണ്ട് എന്ന് നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങളുടെ മൊബൈലിൽ വെറുതെ സ്റ്റോറായി കിടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോപ്പിയായി കിടക്കുന്ന ഫയലുകൾ ക്ലിയർ ചെയ്താൽ തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് നിങ്ങൾക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സമയമുള്ളപ്പോഴൊക്കെ ഈ ഒരു സെറ്റിങ്സ് ഇടയ്ക്കിടയ്ക്കൊന്ന് പോയി ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഒരിക്കലും തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ ഈ ഒരു സ്റ്റോറേജിൻ്റെ പ്രശ്നം ഒരു തലവേദനയായി മാറുകയേ ഇല്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Thanks for watching. Bye-bye.